നമസ്കാരം. വൈറൽ ജംഗ്ഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വൈറൽ ജംഗ്ഷന്റെ വാഹനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെന്റ് ആണിത്. ഈ സെഗ്മെന്റിൽ നിന്ന് യൂസ്ഡ് കാർസിനെ കുറിച്ചാണ് വൈറൽ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. വൈറൽ ജംഗ്ഷൻ ഇന്ന് എത്തി നിൽക്കുന്നത് യൂസ്ഡ് കാർസ് പറയുന്നത് SH കാർ പ്ലാസ വെഞ്ഞാറമൂട്. SH കാർ പ്ലാസയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് MC റോഡ്, കിളിമാനൂർ ട്രിവാൻഡ്രം MC റോഡിലെ വെഞ്ഞാറമൂട് ഗവൺമെന്റ് സ്കൂളിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഇവിടെ ബഡ്ജറ്റ് കാർ ഉൾപ്പെടെയുള്ള വണ്ടികളെല്ലാം തന്നെ ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇവര് ഫൈനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം സെലക്ഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവരുടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് ആണ്. പിന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വരിക, വന്ന് നോക്കുക, നോക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, എന്തായാലും SH കാർ പ്ലാസയുടെ വിശേഷങ്ങളാണ്, യൂസ്ഡ് കാർസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് വൈറൽ ജംഗ്ഷന്റെ ഈ സെഗ്മെന്റിൽ. അപ്പൊ നമ്മുടെ ആദ്യം പരിചയപ്പെടുന്ന കാർ ഏതാണ്? അത് നമുക്ക് i10 i10 വരുമ്പോ 2012 മോഡല്, കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഓണർ. വേരിയന്റ് വരുമ്പോ മാഗ്നയാണ് വരുന്നത്. റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. നിലവിലിപ്പം അത്യാവശ്യം റണ്ണിങ് കണ്ടീഷൻ കിടക്കുക. വേറെ എടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഇത് വരുമ്പോഴത്തേക്കും 2.25 വരുന്നുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണറാണ്. ഇത് കിലോമീറ്റർ 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. i10 2011 മോഡൽ നിൽപ്പുണ്ട്. 11 മോഡൽ നിൽപ്പുണ്ട്. ഇത് 12 മോഡലാണ്. സെക്കൻഡ് ഓണർ. ആ റേഞ്ച് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തും BMW 2007 മോഡല് 8 രജിസ്ട്രേഷൻ ആണ്. ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 1.35 ആയിട്ടുണ്ട്. നിലവില് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. ഇത് വരുമ്പോഴത്തേക്കും 6.5 വരുന്നുണ്ട്. നമുക്ക് മാക്സിമം കുറച്ചെടുക്കാം. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. വണ്ടി ഇപ്പം നിലവിലിപ്പം ടെസ്റ്റ് ആയിട്ടുണ്ട്. ഈ കണ്ടീഷനിലാണ് ആ റേറ്റ് പറഞ്ഞത്. ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് മാറുന്നത്. കിലോമീറ്റർ 1,35,000. വണ്ടി നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ബാറ്ററി ഡൗൺ ആയി നിൽക്കായിരുന്നു. പക്ഷേ ബാറ്ററി വെച്ചപ്പോൾ ഒറ്റ അടിക്കുന്ന വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ട്. വേറെ കംപ്ലൈന്റും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. ഫുള്ള് കമ്പനി തന്നെയാണ് സർവീസും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇഷ്ടമെല്ലാം ഉള്ള വണ്ടിയാണ്. ഈ വണ്ടിയാണ് ഇവിടെ നെയ്യാറ്റിൻകരയിലേക്ക് രജിസ്റ്റർ ചെയ്തതാണ്. എല്ലാം പക്കയായിട്ട് കിടക്കുക. ക്വാളിറ്റി ഉണ്ട്. സെക്കൻഡ് ഓണർ. നിലവിൽ BMW എല്ലാം വരുന്നത് ഓട്ടോമാറ്റിക്കേ വരത്തുള്ളൂ. പിന്നെ പുഷ് ബട്ടൺ വരുന്നുണ്ട്. ഇതിന്റെ കീ ഒക്കെ വ്യത്യാസമാണ്. അതായത് കീ ഇവിടെ നമ്മൾ ജസ്റ്റ് കയറ്റി പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്നത് ഫുൾ ഓട്ടോമാറ്റിക്, ക്ലൈമറ്റിന്റെ ആയാലും എല്ലാം ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സീറ്റിംഗ് ആണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്. അതായത് ഈ വണ്ടി നമുക്ക് കട്ടർ റോഡിലൊന്നും വലുതായിട്ട് കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്. വണ്ടി നമുക്ക് ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല താന്ന സീറ്റ് ഇരിക്കും. നമുക്ക് ജസ്റ്റ് കയറി ഇരിക്കുമ്പോഴേ നമുക്ക് പിടികിട്ടും. ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ വണ്ടി റണ്ണിങ് കണ്ടീഷനിൽ പക്കയാണ്. നമ്മൾ എങ്ങനെ പോയാലും ഒരു 6 മാസത്തോളം വണ്ടി എടുക്കാതിട്ടുണ്ട്. ബാറ്ററി ഡൗൺ ആയതാണ്. അപ്പം ബാറ്ററി ചാർജ് ചെയ്ത് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് ഒറ്റ അടിക്ക് തന്നെയാണ് വണ്ടി സ്റ്റാർട്ട് ആയത്. വേറെ കംപ്ലൈന്റും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. വണ്ടി പക്കായിട്ട് കിടക്കുക. വാഗണർ വരുമ്പോഴത്തേക്ക് 2017 മോഡലാണ്. സിംഗിൾ ഓണറാണ് വണ്ടി. കിലോമീറ്റർ വരുമ്പോഴത്തേക്കും വളരെ ലോ ആണ്. 12,000 ആയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി. 17 വണ്ടി. വെറും 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. VXA ആണ് വരുന്നത് വേരിയന്റ് വരുമ്പോൾ. ഫുള്ള് കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. വണ്ടി പക്ക ഷോറൂം കണ്ടീഷൻ ആയിട്ട് കിടക്കുക. ഇന്റീരിയർ ക്വാളിറ്റി ആയാലും പെയിന്റ് ക്വാളിറ്റി ആയാലും എല്ലാം പക്കയായിട്ട് കിടക്കുക. ഇത് വരുമ്പോഴത്തേക്കും റേറ്റ് വരുമ്പോഴത്തേക്ക് 5.4 വരുന്നുണ്ട്. മാക്സിമം നമുക്ക് കുറച്ചെടുക്കാവുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കിന് മാനുവൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ചെറിയൊരു റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു ഇതാണ് ഇതിന് ഇത്രയും റേറ്റ് വരാൻ കാര്യം. ഇൻഷുറൻസ് നിലവിൽ തീർന്നു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തരും.
പിന്നെ ഫിനാൻസ് എല്ലാത്തിനും അവൈലബിൾ ആണ്. 2011 തൊട്ടുള്ള മോഡൽ എല്ലാം. ഫൈനാൻസ് ഇപ്പൊ ഒരു കസ്റ്റമറിന്റെ പ്രൊഫൈൽ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഒരു 70 രൂപ റേഞ്ച് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 70-80 ആ റേഞ്ച് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫിനാൻസ് ഇടാൻ കുഴപ്പമില്ല. നിലവിൽ നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2011 തൊട്ടുള്ളതിനാണ് ഫിനാൻസ് കൊടുക്കുന്നത്. 11 തൊട്ടുള്ളത് പ്രൊഫൈൽ അനുസരിച്ച്. സെക്കൻഡ്സ് വണ്ടി മിക്കുള്ളതും ചെയ്യുന്ന 11, 12 ആ ഒരു രീതിയായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. 70 രൂപ 70 രൂപ 80 രൂപ റേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറങ്ങാം. ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത്യാവശ്യം നല്ല കണ്ടീഷനിൽ ഇരിക്കുകയാണ്. ഏകദേശം ഷോറൂമിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടൈപ്പ് തന്നെയാണ് ഇന്റീരിയർ ഇരിക്കുന്നത്. പിന്നെ വരുന്നത് ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരുന്നത്. പിന്നെ അല്ലാതെ റൂഫ് ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇരിക്കുകയാണ്. സ്റ്റിയറിംഗ് ആയാലും എല്ലാം പക്കയായിട്ടിരിക്കുകയാണ്. പിന്നെ എയർ ബാഗ് വരാത്ത ടൈപ്പാണ് ഇത്. എയർ ബാഗ് വരാത്ത ടൈപ്പാണ്. മോഡൽ 2017 കിലോമീറ്റർ വെറും 12,000 ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. VXI. ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. വണ്ടി പക്കായിട്ട് കിടക്കുക. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും പുള്ളി നമ്മളുടെ കംപ്ലൈന്റ് പറയത്തില്ല. കാര്യം അത്ര ക്വാളിറ്റി കിടക്കും. ഫ്രഷ് പീസ് ആയിട്ട് കിടക്കും വണ്ടി. നമുക്കിത് ഒരു NRI പാർട്ടിയിൽ നിന്ന് കിട്ടിയ വണ്ടിയാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് കുറച്ചുകൾ അകത്ത് കയറ്റി ഇട്ടിരുന്ന് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് ഏകദേശം ഈ ഒരു പരിപാടി ഇടുന്നത്. വണ്ടി കാര്യം നമുക്ക് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കേണ്ടി വന്നുള്ളൂ. ഇന്റീരിയർ ആയാലും ഫുള്ള് ഇത് മൊത്തം നല്ല ക്ലീൻ ആയിട്ട് കിടക്കുക. പക്കായിട്ട് കിടക്കുക. ഫുള്ള് കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഇതിൽ വരുന്ന ഇതൊക്കെ തന്നെയാണ്. വേരിയന്റ് വരുമ്പോൾ VXI ആണ് വരുന്നത്. സാൻഡ്രോ ആണ് വരുന്നത്. സാൻഡ്രോ വരുമ്പോഴത്തേക്ക് 2006 മോഡലാണ്. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഈ 26 വരെ പേപ്പർ ഉണ്ട് വണ്ടിയുടെ. കിലോമീറ്റർ വരുമ്പോഴത്തേക്കും 93 ആയിട്ടുണ്ട്. നിലവില് 4th ഓണറാണ് വരുന്നത്. ജനുവൻ കിലോമീറ്റർ. വണ്ടി വണ്ടിയാണ്. ഇവിടത്തേക്ക് രജിസ്റ്റർ ചെയ്തതാണ്. അല്ലല്ല, കസ്റ്റമറിന്റെ കിട്ടിയതാണ്. ജനുവൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ റേറ്റ് വരുമ്പോഴത്തേക്കും ഇതിന് 1,10,000 വരുന്നുണ്ട്. മാക്സിമം നമുക്ക് വില കുറച്ച് എടുക്കാം. ഇത് നമ്മൾ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഈ പഠിക്കാനോ അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടാണ് വണ്ടി കിട്ടുക. ഇത് 2006 മോഡലാണ്. ഫൈനാൻസ് വാടായിരുന്നു. റെഡി പേയ്മെന്റ് ചെയ്ത് പറ്റത്തില്ല. ഏതാണ് ഫൈനാൻസ് മോഡൽ 2006 ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 2011 മേലോട്ടുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റൂ. ബോഡിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പിന്നെ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളു. അത് കാലപ്പഴക്കത്തിന്റെ ഒരു ഇത് വരുന്നതുകൊണ്ടാണ്. അല്ല, ടയറ് തീർന്നു നിൽക്കുകയാണ്. ബാഗ് കുഴപ്പമില്ലാതെ ടയർ അടക്കം. ഫ്രണ്ട് അത്യാവശ്യം നല്ല തീർന്ന് നടക്കുകയാണ്. ഒരു 25% കിടപ്പുണ്ട്. സാൻഡ്രോ നിലവില് 3rd ഓണറാണ്. പിന്നെ ഇത് ഡൽഹി വണ്ടിയാണെന്ന് പറയാൻ കാര്യം ഇവിടെ ഈ ഹാൻഡ് ബ്രേക്കിന്റെ ഇവിടെ ആയിട്ട് ഒരു ലോക്ക് വരുന്നുണ്ട്. അതാണ് ഇത് ഡൽഹി വണ്ടിയായിട്ട് കാണാം. പിന്നെ നമ്മൾ ഈ ഗ്ലാസിന്റെ ഇവിടെ DL ആ ഒരു ഇത് വരുന്നുണ്ട്. ഡൽഹി വണ്ടിക്കാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഇത് ലോക്ക് വരുന്നത്. കേരള വണ്ടിക്ക് ഇത് വരത്തില്ല. പിന്നെ ഇന്ത്യയിൽ വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ടോപ്പ് ആയാലും വലിയ വൃത്തികളും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. അഴുക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കിടക്കാണ്. പുറമേ ഉള്ള ഒരു സ്ക്രാച്ചും കാര്യങ്ങളും അങ്ങനെ ഉള്ളൂ. വണ്ടി അത്യാവശ്യം റണ്ണിങ് കണ്ടീഷൻ പക്കയായിട്ട് കിടക്കും. പഠിക്കാനും അങ്ങനെയുള്ള യൂസിനൊക്കെയാണ് വണ്ടി ഇട്ടേക്കുന്നത്.
എൻജിൻ കണ്ടീഷൻ പക്കയാണ്.